ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത് സുസുക്കി ഗിക്സറിൻ്റെ ക്രാഷ് കാർഡ് എങ്ങനെ നമുക്ക് അഴിച്ച് ഉള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എങ്ങനെ റീഫിക്സ് ചെയ്യാം, എങ്ങനെ അത് പുതിയതുപോലെ ആക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വണ്ടി ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ നോർമലായിട്ട് എല്ലാ വണ്ടിയിലും കാണുന്ന ക്രാഷ് കാർഡ്സ്, അത്ര വലിയ കമ്പനി തരുന്ന ക്രാഷ് കാർഡ് പിന്നെയും ക്വാളിറ്റി ഉണ്ടാവും. അതെല്ലാം നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിക്കുന്നതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തുരുമ്പിക്കാനും കളർ ഫെയ്ഡ് എന്നിവയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് 12-ൻ്റെ സ്പാനേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ബോക്സ് സ്പാനർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ല നോർമലായിട്ടുള്ള സ്പാനേഴ്സ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ടുള്ള കുറച്ച് സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കാണുന്ന ലെഫ്റ്റിലും റൈറ്റിലും നട്ട് ആൻഡ് ബോൾട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ക്ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ വണ്ടിയുടേതും ചെറിയ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇവിടെ കാണാം റൈറ്റിലുള്ളതും ലെഫ്റ്റിലുള്ളതും നമ്മൾ റിമൂവ് ചെയ്യാണ്. 2 സ്പാനേഴ്സ് ആവശ്യമായിട്ടുണ്ട് ശരിക്കും. അതായത് ഉൾവശത്ത് ഒരെണ്ണം സപ്പോർട്ടിനായിട്ട് പിടിക്കുക, അതുപോലെ തന്നെ പുറത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൂടാതെ തന്നെ ഇവിടെ താഴെ വരുന്ന ഒരു നട്ട് ആൻഡ് ബോൾട്ടാണ്. അത് ലെഫ്റ്റ് സൈഡ് ജസ്റ്റ് ഒന്ന് ലൂസായി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഒരു ബോൾട്ട് നട്ടും വരുന്ന ആ ഒരു ഭാഗം അഴിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടുന്ന് അത്യാവശ്യം നമ്മൾ ഒന്ന് ലൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവുക. അവിടെ നിന്നാണ് നമ്മളത് റിമൂവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് പഴകിയ വണ്ടികളിലൊക്കെ ചിലപ്പോൾ തുരുമ്പൊക്കെ ഉണ്ടാവാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നിക്ക് ഓയിൽ അതിലൊന്ന് ഉറ്റിച്ച് കൊടുക്കുക, അതല്ലാണ്ട് WD-40 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. അത്യാവശ്യം നല്ല കൊറോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെല്ലാ വശവും സാൻഡ് പേപ്പർ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള വല്ല മെറ്റീരിയലൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമ്മളിപ്പോൾ ചെയ്തതിന് ശേഷം ക്രമേണ പഴയ ഒരു അവസ്ഥയിലേക്ക് തന്നെ ഇത് വരും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഇതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു സാൻഡ് പേപ്പറാണ്. അത് നല്ല രീതിയിൽ കൊറോഷൻ, അതായത് തുരുമ്പ് സംഭവിച്ചിട്ടുള്ള ആ ഒരു ഏരിയയിൽ ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് അവിടെയുള്ള ആ ഒരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അടർത്തി മാറ്റുക. ആ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്യുക. അതല്ലാതെ നല്ല നീറ്റായിട്ടുള്ള ഏരിയ അതുപോലെ തന്നെ വിടുക. അതിൻ്റെ ആ ഒരു വശങ്ങളിലുള്ള പെയിൻറ്റ് നമ്മൾ റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്രേ പെയിൻറ്റ്സ് ആണ്, ബോട്ടിൽ പെയിൻറ്റ്സ് ആണ്, ഷെയ്ക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പെയിൻറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നോർമൽ പെയിൻറ്റ് ഒരു നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെയുള്ള പ്രോസസ്സൊന്നും ഇതിൽ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ജോയിൻസിലും വരുന്ന ആ ഒരു കൊറോഷൻ സംഭവിച്ചിട്ടുള്ള ആ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകിൽ നല്ല ഹാർഡായിട്ടുള്ള സാൻഡ് പേപ്പേഴ്സ് യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റലിൻ്റെ വല്ല കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതായത് നമുക്ക് സ്ക്രൂ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ സീസേഴ്സ്, ഷാർപ്പായിട്ടുള്ള എഡ്ജ് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്ലാമ്പ്, ആ ക്ലാമ്പും ഇത് പറഞ്ഞ പോലെ തന്നെ കൊറോഷൻ നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ടാവാം, ബെൻഡ് അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ. അത് നമ്മൾ ഷാർപ്പായിട്ടുള്ള ഒരു എന്തെങ്കിലും ആക്സസറീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്യുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൊത്തമായിട്ടുള്ള ഏരിയ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ചെയ്തിട്ടും ഭാവിയിൽ അത് ഓട്ടോമാറ്റിക് അത് തിരിച്ചു വരുന്നതാണ്. എങ്ങനെയായി കഴിഞ്ഞാൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോ വെയിറ്റ് ആയിട്ടുള്ള പൈപ്പ്സാണ്, ഹാർഡായിട്ടുള്ള, അതിൽ കമ്പനി ഇറക്കുന്നതൊക്കെ ആണെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയിൽ വരും. ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു ക്വാളിറ്റിയിൽ മാത്രമേ ഉണ്ടാവൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ബ്രാൻഡ് ക്രാഷ് കാർഡൊക്കെ വാങ്ങിക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു ബെൻഡ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് കൊറോഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോർമൽ സാൻഡ് പേപ്പേഴ്സ് വെച്ച് കഴിഞ്ഞാലും പുറത്തുള്ള ആ ഒരു ലെയർ മാത്രമേ പോകൂ. അപ്പോൾ ഈ ഹാർഡായിട്ടുള്ള ഷാർപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് അടിയോടെ ഒന്ന് ഇളക്കി മാറ്റി എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്നില്ല. വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല.
നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡീസലാണ്. ഡീസൽ നല്ലൊരു കെമിക്കലാണ്, ക്ലീനിങ്ങിനും ബാക്കിയുള്ള പർപ്പസിനൊക്കെ നല്ലൊരു കെമിക്കലാണ്. അതല്ല WD-40 എന്നുള്ള ആ ഒരു കെമിക്കൽ ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ സിമ്പിളായിട്ട് നമ്മൾ ഡീസലാണ് യൂസ് ചെയ്യുന്നത്. അത് വല്ല കോട്ടണോ അല്ലെങ്കിൽ ക്ലോത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അത് പൂർണ്ണമായിട്ടും എല്ലാ ഏരിയയിലും കവറാവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ കോട്ടൻ്റെ വേസ്റ്റ് അല്ലെങ്കിൽ സ്പോഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ക്ലാമ്പ് നമ്മൾ പൂർണ്ണമായിട്ടും ഡീസൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ രണ്ടാമതായി ചെയ്യുന്നത് അതിൻ്റെ ബാക്കിയുള്ള പാർട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന ഡേർട്ടും ബാക്കി കാര്യങ്ങളും അതുപോലെ തന്നെ വെള്ളം ഇതിൽ തട്ടുന്ന സമയത്ത് അതിലുള്ള കൊറോഷൻ കുറച്ചും കൂടി കൂടാനുള്ളൊരു സാധ്യതയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഡീസൽ എന്നുള്ള കെമിക്കൽ അല്ലെങ്കിൽ WD-40 ഓവറായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് അതേ ഒരു ക്ലോത്ത് കൊണ്ട് അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ് എന്നിവയൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഉള്ള അപ്ലൈ ചെയ്ത ആ ഒരു ഡീസൽ അതുപോലെ തന്നെ ഡേർട്ട് ആ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യുന്നത്. വെള്ളം നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. എല്ലാ ഏരിയയിലും കൃത്യമായിട്ടും അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല ചളികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ അതുപോലെ തന്നെ ജോയിൻറ്റ്സ് വെൽഡിങ് വരുന്ന ആ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതൊന്ന് ഫോക്കസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടി പറ്റും അതെങ്ങനെയാണ് ഉള്ളത്. നമ്മൾ ആ ഒരു സ്ക്രബ് ചെയ്ത് അതായത് ഉരച്ചെടുത്ത ആ ഒരു വശങ്ങളൊക്കെ ക്ലീൻ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതില്ല, ക്ലീൻ ആയിട്ടില്ല, കുറച്ചും കൂടി ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഷാർപ്പുള്ള ടൂൾസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സാൻഡ് പേപ്പർ, കുറച്ച് ഹാർഡായിട്ടുള്ള സാൻഡ് പേപ്പേഴ്സ് അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ആവശ്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ നല്ലോണം കൊറോഷനുള്ള ഒരു ഏരിയ മാത്രം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ബാക്കിയുള്ള ഡീസൽ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ബോട്ടിൽ ടൈപ്പ് സ്പ്രേ പെയിൻ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്ന പെയിൻ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കളറ് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ബ്ലാക്ക് തന്നെയാണ് സ്റ്റാൻഡേർഡ് കളറ്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏത് ബ്രാൻഡ് വേണമെന്ന് യൂസ് ചെയ്യാം. ഇവിടെ ബ്രാൻഡ് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്യാം, അങ്ങനെ വേണമെങ്കിലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് പെട്ടെന്നുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കോട്ട് അടിക്കുക, അതിനുശേഷം ഒരു 10 മിനിറ്റ് മിനിമം വെക്കുക, അതിനുശേഷം രണ്ടാമത്തെ കോട്ട് അടിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഏരിയയിൽ ചിലപ്പം കൂടുതൽ പെയിൻറ്റും ഓരോ ഏരിയയിൽ കുറവ് പെയിൻറ്റും അങ്ങനെ ഫീൽ ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ആവറേജ് ഇപ്പോൾ ഒരു 100 ml ഒക്കെ ആണെങ്കിൽ, ഒരു ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൊറോഷനുള്ള ഏരിയയിലൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ഡ്രൈ ആയിട്ട് കാണാം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു നല്ലൊരു റിസൾട്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ആഫ്റ്റർ വ്യൂവിൽ കാണാൻ വേണ്ടി പറ്റും. അത് ഫിക്സിങ് പ്രോസസ്സ് ഓരോ വണ്ടിയുടേതും ഡിഫറെൻ്റ് ആയിരിക്കാം, സിമ്പിളായിട്ടുള്ളതായിരിക്കാം. നമ്മളെ കയ്യിൽ അത്യാവശ്യം ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാം. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നോക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വശവും കൊറോഷനും അതുപോലെ തന്നെ കളർ ഫെയ്ഡ് അതൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസിന് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് അടിയിലുള്ള ആ ഒരു നട്ട് ആൻഡ് ബോൾട്ട് ടൈറ്റ് ചെയ്യുക. സ്പാനേഴ്സ് നമ്മളെ കയ്യിലില്ലെങ്കിൽ അത്യാവശ്യം ഘട്ടങ്ങളിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്പാനേഴ്സ്, അത്യാവശ്യം മങ്കി പ്ലേയേഴ്സ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പുള്ള പ്ലേയേഴ്സ് ഇതൊക്കെ അവൈലബിൾ ആണ്. അത് നമുക്ക് നോക്കിയിട്ട് ചൂസ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നമ്മൾ മുകളിലുള്ള ആ ഒരു നട്ട് ആൻഡ് ബോൾട്ട് കൂടി ഇട്ട് കൊടുക്കുക. അത് ഓരോ വണ്ടിയുടേതും ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ സെയിം ആയിരിക്കില്ല. എന്തായാലും ഈസിയാണ്. ഇവിടെ കാണുന്നത് ആ ഒരു ക്ലിപ്പ് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇവിടെ അത് ഫിക്സ് ചെയ്യാണ്, റീഫിക്സ് ചെയ്യാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, അതിന് ശേഷം റൈറ്റ് സൈഡ് ഫിക്സ് ചെയ്യാണ്. ഇത്രയാണ് പ്രോസസ്സ് വരുന്നത്. നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയിൻറ്റ് കോട്ട് ചെയ്യുന്നത് ഒരു 2-3 പ്രാവശ്യം ചെയ്യാം. അത് കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒറ്റ ടൈമിൽ തന്നെ അത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരിക്കൽ അടിക്കുക, ഒരു കോട്ട് അടിക്കുക മൊത്തമായിട്ട്, എവിടെയെങ്കിലും ഹാങ് ചെയ്യുക, അതല്ലെങ്കിൽ നിലത്ത് വെക്കാം. ഹാങ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി സേഫ്, എവിടെയും ഡേർട്ടൊന്നും ആവില്ല. ഇത് പെട്ടെന്ന് ഈ ഒരു ബോട്ടിൽ പെയിൻ്റൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും, അധികം ടൈം എടുക്കില്ല. ഒരു 10 മിനിറ്റ് വെക്കുക, അതിനുശേഷം സെക്കൻഡ് കോട്ട് അടിക്കുക, തേർഡ് കോട്ട് അടിക്കുക, അങ്ങനെ ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നട്ട് ആൻഡ് ബോൾട്ടിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. പക്ഷെ അത് നമ്മൾ വീണ്ടും സ്പാനേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് റിമൂവ് ആവും. അതുകൊണ്ട് അത് ആ ഒരു കാര്യം ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഈ തുരുമ്പ് കുറക്കാൻ വേണ്ടിയിട്ട് WD-40, അതുപോലെ തന്നെ ക്ലീനിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം മഴക്കാലം വേനൽക്കാലം എന്തായി കഴിഞ്ഞാലും നമ്മൾ വണ്ടി നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അപ്പോൾ തന്നെ ഒരു വിധത്തിലുള്ള ആ ഒരു കൊറോഷനൊക്കെ ഇല്ലാതായി മാറും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ വ്യൂ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിലും നല്ല ഫിനിഷിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2-3 കോട്ടിങ്ങൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ബിഫോർ ഉണ്ടായിരുന്ന വ്യൂ. ആഫ്റ്റർ നിങ്ങൾ ആദ്യം കണ്ടു കഴിഞ്ഞു. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അണേബിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസും ക്വസ്റ്റ്യൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.